നോക്കൂ, ഒരാൾ ഒരു ബാങ്കിൽ ചെന്നു, അയാൾ കുറേ പൈസയൊക്കെ വാങ്ങി കെട്ടാക്കിയിട്ട് കൊണ്ടുവരണത് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ കണ്ടു. ആ ആൾ എന്ത് ചെയ്തു എന്നോ, പിറ്റേ ദിവസം ഒരു ചാക്കൊക്കെ ആയിട്ട് പോയി ആ കേഷിലിരിക്കുന്ന ആളോട് പറഞ്ഞത് ഇതിലേക്ക് ഇട്ടോളൂ പൈസ. അത് ഇട്ട് കൊടുക്കുമോ? താങ്ക ഇന്നലെ ഇന്നാൾക്ക് കൊടുത്തില്ലേ? അപ്പോൾ ആൾ ചോദിക്കും അവിടെ പാസ്ബുക്ക് അവിടെ അല്ലേ? അതൊന്നും എൻ്റെ അടുത്തില്ല, എനിക്ക് പൈസയില്ല, പൊക്കോളാം. ഇയാൾ കഴിഞ്ഞ ദിവസം പൈസ വാങ്ങി പോയ ആൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന സമയത്ത് അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചിരുന്നു. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് കിട്ടും. നിക്ഷേപിച്ചില്ല എങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് നമുക്ക് പൈസ കിട്ടുമോ? ഇല്ല. ഇതുപോലെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൊടുക്കണം ഭൂമിക്ക്, എന്നാൽ അതിനനുസരിച്ച് നമുക്ക് തിരിച്ചു കിട്ടും. ഇവിടെ സൽക്കർമ്മങ്ങളൊന്നും ആരും ചെയ്യാത്തത് കൊണ്ട് എന്തായി? ഭൂമി ദേവി ഐശ്വര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചു, കൊടുക്കണ്ടാന്ന് തീരുമാനിച്ചു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലായി ജനങ്ങൾ എന്നൊക്കെ പറയാണ്. ഈ ഋഷീശ്വരന്മാരുടെ നേരക്കും എടുത്ത് ചാടാൻ തുടങ്ങിയെന്നാണ് ഈ രാജാവായിട്ടുള്ള വേനൻ. അവരിങ്ങനെ നാമൊക്കെ ജപിക്കുമ്പോൾ അവരെടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഹേ ഋഷീശ്വരന്മാരെ, നിങ്ങൾ ചെയ്യണത് വലിയൊരു വിഡ്ഢിത്തമാണ്. രാജാവാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് വെച്ചാൽ ആരാണ്? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? രാജാവാണ്. രാജാവല്ലേ പ്രജകളെയൊക്കെ സംരക്ഷിക്കണത്. അപ്പോൾ സംരക്ഷിക്കപ്പെടുന്നവർ ആ പ്രജകളെ സംരക്ഷിക്കുന്നത് രാജാവ് എന്നുള്ള നിലയ്ക്ക് ഈശ്വരൻ എന്ന് വെച്ചാൽ രാജാവാണ്. ഇപ്പോൾ രാജാവ് ഞാനായതുകൊണ്ട് ഈശ്വരൻ ആരാണ്? ഞാനാണ്. അപ്പോൾ ഈശ്വരൻ ഇവിടെ ഉണ്ട് എന്നിരിക്കെ മറ്റൊരു ഈശ്വരനെ തേടി പോകുന്നത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഭർത്തൃസ്നേഹവിദൂരാണാം യഥാചാരേ കുയോഷിതാം. ഭർത്താവിരിക്കെ മറ്റൊരു ആളെ തേടിപ്പോകുന്ന ഒരു സ്ത്രീയെ പോലെ. നേരെ തിരിച്ചും അർത്ഥമെടുക്കണം, ഒന്നേ പറയുള്ളൂ, അത് മാത്രമാണ് ഇവിടെ പറയണമെന്ന് ധരിക്കേണ്ട. നേരെ തിരിച്ചും, ഭാര്യ ഇരിക്കെ മറ്റൊരു സ്ത്രീയെ തേടിപ്പോകുന്ന ഒരു പുരുഷനെ പോലെ, രണ്ടും അർത്ഥമെടുക്കണം. ഇതുപോലെയല്ലേ എന്നാണ്. രാജാവായിട്ടുള്ള ഞാൻ അവിടെ ഇരിക്കെ മറ്റൊരു ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുന്നത് ഇതുപോലെയല്ലേ എന്നൊക്കെ ചോദിച്ച് ഋഷീശ്വരന്മാരുടെ നേരേക്കും അവൻ കയർത്ത് സംസാരിച്ചപ്പോൾ പിന്നെ ഋഷീശ്വരന്മാർ തീരുമാനിച്ചു, ഇനി ഇവനെ വെച്ചുകൊണ്ടിരിക്കേണ്ട. ഒരു ഹുങ്കാര ശബ്ദമുണ്ടാക്കിയെന്നാണ്. ആ ശബ്ദത്തെ തടയാനായിട്ട് ആ വേനന് സാധിച്ചില്ല എന്നും അവിടെ വീണങ്ങോട്ട് പോയി. അമ്മയായിട്ടുള്ള സുനീത ഈ വേനൻ്റെ ശവശരീരത്തെ എണ്ണത്തോണിയിലിട്ട് സൂക്ഷിച്ചു. ഇപ്പം എന്തായി? വീണ്ടും അരാജകത്വമായി, രാജാവില്ലാത്ത അവസ്ഥയായി. രാജാവില്ലാണ്ട് പാടില്ല ഒരു രാജ്യത്ത്. അപ്പോൾ ഋഷീശ്വരന്മാർ പറഞ്ഞു ആ വേനൻ്റെ ശവശരീരത്തെ കൊണ്ടുവരാൻ പറഞ്ഞു എന്നാണ്. എണ്ണത്തോണിയിലിട്ടൊക്കെ അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ ഇരുന്നോളും. ഇന്നിപ്പോൾ എണ്ണത്തോണിയൊന്നും ഉണ്ടാവില്ല, ഇന്നിപ്പോൾ എന്താണ്, ഫ്രീസറായി അല്ലേ. എന്തായാലും ആ വേനൻ്റെ ശവശരീരത്തെ മൊത്തത്തിലൊന്നങ്ങോട്ട് കടഞ്ഞു എന്ന് പറയണം. അതിൽ നിന്നും ഒരു ഭീകരസത്വം പുറത്തു വന്നു. അവൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എവിടേക്കാണ് ഞാൻ പോകേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, നീ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, നീ ഇവിടെ നിൽക്കും വേണ്ട എന്നാണ്. കാകകൃഷ്ണോതി ഹ്രസ്വാംഗോ ഹ്രസ്വബാഹുർമഹാഹനു ഹ്രസ്വപാന്നിം നനാസാഗ്രോ രക്താക്ഷസ്താമ്രമൂർധജ. കറുത്ത് ഉയരം കുറഞ്ഞ് കണ്ണൊക്കെ ഇങ്ങനെ ചോന്നിട്ട് ഒരു രൂപം പുറത്തു വന്നു എന്നാണ്. എന്നിട്ട് അവൻ ചോദിക്കുക, തം തുതേവനതം ദീനം കിങ്കരോമീതി വാദിനം. കിങ്കരോമി, ഞാനെന്താ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു ഋഷീശ്വരന്മാർ, നീ ഒന്നും ചെയ്യേണ്ട, ഒരു കാര്യം ചെയ്തോളൂ, തൽക്കാലം കാട്ടിലേക്ക് പൊക്കോളൂ. നീക്ക് വാസം കാട്ടിലാണ്. അങ്ങനെയാണത്രേ കാട്ടാള വംശം ഉണ്ടായത് എന്ന് പറയാണ്. നിഷീദേത്യബ്രുവം സ്ഥാത സ നിഷാദസ്തോ ഭവത്. ഇവനിൽ നിന്നാണ് എന്തുണ്ടായത്? ആ കാട്ടാള വംശമുണ്ടായത് എന്നൊക്കെ സൂചിപ്പിച്ചു. തസ്യ വംശ്യാസ്തു നൈഷാദ ഗിരികാനന ഗോചരാഹ. പിന്നെ ആ വേനൻ്റെ 2 കൈകൾ മഥനം ചെയ്ത സമയത്ത് അതിൽ നിന്നും ഭഗവാനും ഭഗവതിയും ഒരുമിച്ച് അവതരിച്ചു എന്ന് പറയാണ്.